വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. കുറച്ചു നാളായി മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും പ്രാർത്ഥന യാചിക്കുന്നതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അവർ അതെന്നോട് പറയണമായിരുന്നില്ല. എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെടുകയും പ്രാർത്ഥിക്കുമ്പോൾ ശാന്തത ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ എനിക്കൊരു സംശയം തോന്നിയതിനാൽ സ്വീകരിച്ചില്ല. ഇത് പ്രമാണിച്ച് ഞാൻ വളരെ സഹിച്ചു. വേദന കൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. ജോലി ചെയ്തപ്പോഴെല്ലാം എൻ്റെ ഹൃദയം വേദനിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഈശോ എൻ്റെ അരികിൽ വന്നു പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ പാപം മാരകമാണെന്ന് നിനക്ക് നല്ല ബോധ്യമുള്ളപ്പോഴല്ലാതെ ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരണം മുടക്കരുത്. എൻ്റെ സ്നേഹത്തിൻ്റെ ഈ രഹസ്യത്തിലൂടെ നീയും ഞാനുമായുള്ള ഐക്യത്തെ തടസ്സപ്പെടുത്താൻ ഒരു സംശയത്തിനും ഇടയാകാതിരിക്കട്ടെ. വലിയൊരു തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെടുന്ന വൈക്കോൽ തുരുമ്പ് പോലെ നിന്റെ നിസ്സാര വീഴ്ചകൾ എൻ്റെ സ്നേഹത്തിൽ അപ്രത്യക്ഷമാകും. വിശുദ്ധ കുർബാനയിൽ എന്നെ സ്വീകരിക്കാൻ മടിച്ചതാണ് എന്നെ കൂടുതൽ ദുഃഖിപ്പിച്ചതെന്ന് നീ അറിയുക. വൈകിട്ട് ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു, എൻ്റെ മകളെ, ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. തീവ്ര ദുഃഖത്തിലായിരുന്നതിനാൽ അവൻ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഞാൻ അതേപ്പറ്റി ആഴമായി ചിന്തിച്ചപ്പോൾ വലിയ വെളിച്ചം എൻ്റെ ആത്മാവിലേക്ക് ഒഴുകി വന്നു. എത്രമാത്രം സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കണമെന്നും നമ്മുടെ രക്ഷ ഇപ്രകാരമുള്ള പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരിക്കുമെന്നും ഞാൻ മനസ്സിലാക്കി. കുറച്ചു നാളത്തേക്ക് മറ്റൊരു സിസ്റ്ററിന് പകരമായി ഞാൻ കിയേക്ഷലായിരുന്നപ്പോൾ ഉച്ചസമയത്ത് ഉദ്യാനം കടന്ന് പുഴയോരത്തേക്ക് പോയി ചുറ്റുപാടും നോക്കി വളരെ നേരം അവിടെ നിന്ന് ധ്യാനിച്ചു. പെട്ടെന്ന് ഈശോനാഥൻ എൻ്റെ സമീപത്തെത്തി വാത്സല്യത്തോടെ എന്നോട് പറഞ്ഞു, എൻ്റെ മണവാട്ടി, നിനക്കു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം സൃഷ്ടിച്ചത്. നിത്യതയിൽ ഞാൻ നിനക്കു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒന്നുമല്ല എന്നറിയുക. ഇപ്രകാരമുള്ള സാന്ത്വനത്താൽ ഹർഷപുളകിതയായി വൈകിട്ട് വരെ ഞാൻ അവിടെ നിന്നുപോയി. എങ്കിലും അതൊരു ചെറിയ നിമിഷമായി മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അത് ഏകദിന ധ്യാനത്തിനായി മാറ്റിവെച്ച എൻ്റെ ഒഴിവു ദിവസമായിരുന്നു. അതിനാൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഓ അനന്ത നന്മയായ ദൈവം, അവിടുത്തെ നന്മയാൽ എപ്രകാരം നമ്മെ അനുധാവനം ചെയ്യുന്നു. വളരെ അപ്രതീക്ഷിതമായാണ് കർത്താവ് എനിക്ക് ഏറ്റവും വലിയ കൃപകൾ വർഷിക്കുന്നത്.